ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, ഋഷിക്കുട്ടനും സംഗീതയും അനിതയമ്മയും നമ്മുടെ രണ്ടാളിയന്മാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് രാവിലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ഒരുക്കിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. എവിടെ പോകാൻ ഇറങ്ങിയാലും ഞങ്ങളൊരു 11 മണിയൊക്കെ ആവും കേട്ടോ ഇറങ്ങി. പക്ഷേ അമ്പലത്തിലോട്ടാണ് ജസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് കുളിപ്പിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. നമ്മുടെ സാരവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ദേവീക്ഷേത്രത്തിൽ പറയിടാനായിട്ടാണ് കൊണ്ടുവന്ന്. ആസ് യൂഷ്വൽ അഖിലെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഖിലെണ്ണമായിട്ട് നമ്മൾ ചെന്നു. ഇവിടെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വതി മഹോത്സവമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളവിടെ എത്തി. നമ്മളെത്തിയപ്പോഴത്തേക്കും തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. വൈകുന്നേരമൊക്കെയാണ്. ഇവിടെ പ്രധാനമായിട്ടും മുടിപ്പറ എഴുന്നള്ളിത്ത് ആണ് കേട്ടോ പ്രധാനം. അപ്പോൾ 2 ദേവികളാണ്, ഭദ്രയും ദുർഗയും. 2 പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയൊക്കെ ഇടാനായിട്ട് റെഡിയായി. അച്ഛനും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനുമായിട്ട് ഓരോരുത്തർ മാറി തിരിഞ്ഞൊക്കെ എടുത്തു. പിന്നെ അമ്മയുടെ അനിയത്തിയുടെ മോളുണ്ടായിരുന്നു, രാധികുഞ്ഞുണ്ടായിരുന്നു, രാധികുഞ്ഞമ്മയുടെ മോളുണ്ടായിരുന്നു, പൊന്നൂസ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും കണ്ടു. അങ്ങനെ നമ്മൾ പറയൊക്കെ ഇടാനായിട്ടെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ എപ്പോൾ വോയിസ് എഡിറ്റ് ചെയ്താലും ഋഷിക്കുട്ടൻ എൻ്റെ അടുത്ത് തന്നെ കാണും കേട്ടോ. അപ്പോൾ അവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങളതങ്ങ് വിട്ടേക്ക് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ആരവളിയും ഫസ്റ്റിൽ തന്നെ ഇട്ട് കൊടുക്കണം. അവരാണെങ്കിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്ത് പിടിക്കുന്നൊരു സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അളന്നതിന് ശേഷം ഞങ്ങൾ നല്ലതുപോലെ അവൻ്റെ കൈയൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നെല്ലൊക്കെ അവനിങ്ങനെ ചിലപ്പോൾ കയ്യിൽ ഒളിപ്പിച്ച് വയ്ക്കും. പിന്നെ രണ്ടാമത് സാരവിനെ കൊണ്ടും പറയൊക്കെ അളപ്പിച്ചു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെയും. ഋഷിക്കുട്ടൻ്റെ അച്ഛൻ വരുന്ന സമയത്ത് നമ്മൾ പറയിടാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഋഷിക്കുട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. സൺഡേ വീഡിയോസിൽ പുതിയ കുറച്ച് വീഡിയോസും കൂടി ഉണ്ട്. അത് ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഷോർട്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.